നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. RSSനും BJPക്കുമൊക്കെ വലിയ വിഷയങ്ങളില്ലാതിരിക്കുമ്പോൾ വിഷയമുണ്ടാക്കി കൊടുക്കുന്നവരാണ് നമ്മുടെ CPM. അതുതന്നെയാണിപ്പോൾ വന്ദേ ഭാരത് ഉദ്ഘാടന വേദിയിലും സംഭവിച്ചിരിക്കുന്നത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടന സ്പെഷ്യൽ യാത്രയ്ക്കിടയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ട്രെയിനിൽ ഗണഗീതം പാടുന്ന വീഡിയോ വൈറലായി. ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വളരെ പെട്ടെന്നാണ് ഇന്ത്യയിൽ വൈറലായത്. എന്നാൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം, വിവാദങ്ങൾ. ഇതിനെ തുടർന്ന് റെയിൽവേ ആ പോസ്റ്റ് നീക്കം ചെയ്തു. റെയിൽവേയെ കൂക്കി വിളിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിലൊക്കെ CPM സഖാക്കളുടെ അഴിഞ്ഞാട്ടം. ഇതോടെ റെയിൽവേ ആ പോസ്റ്റ് വീണ്ടും റീപോസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങൾ ദേശഭക്തി ഗാനമെന്ന നിലയിലാണ് ദക്ഷിണ റെയിൽവേ രാവിലെ തന്നെ പങ്കുവച്ചത്. രാത്രി വീണ്ടും പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് വിശദാംശമൊക്കെ നൽകി. സ്കൂൾ ഗാനം മനോഹരമായി അവതരിപ്പിച്ചെന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഒപ്പം നൽകി. ചുരുക്കത്തിൽ വിവാദം ഈ പാട്ടിനെ കൂടുതൽ പ്രശസ്തമാക്കാൻ മാത്രമാണ് ഉപകരിച്ചിരിക്കുന്നത്. സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളും മറ്റ് രണ്ടുപേരുമാണ് ഗണഗീതം ആലപിക്കുന്നത്. സർക്കാർ പരിപാടികളെ RSS വൽക്കരിക്കുന്നു എന്ന ആക്ഷേപം വിമർശകർ ഉയർത്തി. എന്നാൽ തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന സ്കൂൾ അധികൃതരെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ഗണഗീതം ആലപിച്ചത്. RSS ആഭിമുഖ്യമുള്ള രാഷ്ട്രധർമ്മ പരിഷത്ത് ട്രസ്റ്റാണ് സ്കൂൾ നടത്തുന്നത്. ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർമാരുമൊക്കെയാണ് സ്പെഷ്യൽ യാത്രയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവം അതീവ ഗൗരവത്തോടെയാണ് താൻ കാണുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷ ദേശീയത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാരിനും BJPക്കുമൊന്നും വകതിരിവ് പണ്ടേയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പരിഹസിക്കുന്നു. ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപരിമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. വിവാദങ്ങൾ ആളിക്കത്തിയതിന് തൊട്ടുപിന്നാലെ ഇപ്പോൾ ഇതാ സ്കൂൾ അധികൃതർ ചില വിശദീകരണങ്ങൾ നൽകുന്നു. ഈ പാട്ട് സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിലെവിടെയാണ് വർഗീയത എന്ന് ആളുകൾ ചോദിക്കുന്നു. തീവ്രവാദ ഗാനമൊന്നുമല്ലല്ലോ, കുട്ടികൾ നിഷ്കളങ്കമായി ചെയ്ത ഒരാഘോഷമാണത്. സുരേഷ് ഗോപിയുടെ ശക്തമായ വാക്കുകൾ. അതിനുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ. ഈ പാട്ടിന്റെ അവസാന വരി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്നാണ്. വലിയ അർത്ഥമുള്ള ഗാനശകലം. രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണ് ഈ ഗാനമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നു. എളമക്കര സരസ്വതി വിദ്യാലയത്തിലെ അസംബ്ലി ഗീതമാണിത്. അത് റെയിൽവേ പങ്കുവച്ചതിൽ എന്താണ് തെറ്റ്? സ്കൂൾ അധികൃതരുടെ വിശദീകരണത്തോടെയാണ് വീണ്ടും ഈ വീഡിയോ റെയിൽവേ പങ്കുവച്ചത്. ഗണഗീതത്തിനപ്പുറം ദേശഭക്തി ഗാനമാണ് ആ ഗീതം എന്ന് റെയിൽവേയും അംഗീകരിച്ചു കഴിഞ്ഞു. പരമപവിത്രപദാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും റെയിൽവേ ആ പോസ്റ്റിനൊപ്പം ഇപ്പോൾ നൽകിയിരിക്കുന്നു. CPM അടക്കമുള്ളവർ ഈ വിഷയം വലിയ വിവാദമാക്കിയതോടെയാണ് റെയിൽവേ കട്ടയ്ക്കിറങ്ങിയത്. ഒപ്പം സ്കൂൾ അധികൃതരും. ഇതോടെ വെട്ടിലായിരിക്കുകയാണ് പ്രതിഷേധക്കാർ. ഇതിലെവിടെയാണ് വർഗീയത, മതവിദ്വേഷം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു. ആദ്യം ഈ പാട്ട് ഒഴിവാക്കിയ റെയിൽവേ പിന്നീട് സ്കൂൾ അധികൃതരോട് വിശദാംശങ്ങൾ തേടി. സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനമാണിത് എന്ന് സ്കൂൾ അധികൃതർ റെയിൽവേയെ അറിയിച്ചു. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ നന്ദി. പാട്ടിലെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിൻ്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിൻ്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണ്. ഇതാണ് പ്രിൻസിപ്പലിൻ്റെ വിശദീകരണം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥികൾ ഗണഗീതം പാടി മതേതരത്വം തകർത്തുവെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്.
എന്നാൽ ഈ ഗാനത്തിൽ രാജ്യത്തിൻ്റെ ഐക്യമോ മതേതരത്വമോ നശിപ്പിക്കുന്ന യാതൊന്നുമില്ലെന്നും ഗണഗീതം പാടിയ വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. വന്ദേ ഭാരത് ട്രെയിൻ നടപ്പാക്കിയ നടപടി BJPയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണ് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഒക്ടോബർ 8-നാണ് റെയിൽവേ മന്ത്രിയോട് വീഡിയോ കോൺഫറൻസിലൂടെ ഒരു വന്ദേ ഭാരത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരതിൻ്റെ തിളക്കം BJPക്ക് ലഭിക്കരുത് എന്ന് കരുതി ശക്തമായ വിമർശനങ്ങൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഉയർത്തുന്നു. അതിൻ്റെ ഭാഗമാണ് ഗണഗീത വിവാദം. എന്നാൽ ഈ ഗണഗീതത്തിൽ ദേശഭക്തി മാത്രമേയുള്ളൂ എന്നതാണ് വാസ്തവം. ഈ പാട്ട് ഭാരതമാതാവിനോടുള്ള അത്യന്തം ഭക്തിയുടെയും അഭിമാനത്തിൻ്റെയും പ്രതിഫലനമാണ്. ഭാരതഭൂമി പരമപവിത്രമായ മണ്ണാണ്. ഇവിടെ അമ്മയെ ആരാധിക്കാൻ പുഷ്പങ്ങളാലും സേവനമാലയാലും നിറഞ്ഞ പൂത്തോട്ടങ്ങളുണ്ട്. ഈ മണ്ണിൽ ഓരോ ഇലയും പൂവും തളിർപ്പുമെല്ലാം അമ്മയ്ക്കായി സമർപ്പിക്കാനായി വളരുന്നു എന്നതാണ് ഈ ഗാനത്തിലെ ആദ്യ പദ്യത്തിൻ്റെ ആശയം. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ഭൂമിയിൽ ജനിച്ച മഹാരഥന്മാരായ ഭഗത് സിംഗ്, ഝാൻസി റാണി, ശ്രീനാരായണ ഗുരു, രാമകൃഷ്ണൻ, രാമദാസ്, വിവേകാനന്ദൻ തുടങ്ങിയവരെ സ്മരിക്കുന്നു. അവർ ഭാരതത്തിൻ്റെ ആത്മീയതയുടെയും വീരതയുടെയും പര്യായങ്ങളാണ്. അവരുടെ ത്യാഗവും ആത്മാഭിമാനവും ഈ ദേശത്തെ ഉണർത്തി. അവരുടെ സ്മരണയിൽ ഒരു പൂവോ തളിരോ പോലും വാടിപ്പോകുന്നില്ല എന്നീ ഗാനം പറയുന്നു. ഭാരതമാതാവിനോടുള്ള ആരാധന, ത്യാഗം, സേവാഭാവം, ആത്മീയത, ദേശസ്നേഹം എന്നിവയിലൂടെ ഭാരതത്തിൻ്റെ മഹത്വം ഈ ഗാനം വിളിച്ചറിയിക്കുന്നു. എന്തായാലും ഗണഗീതം വിവാദം CPMനെ തന്നെ തിരിച്ചടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഗണഗീതം ഇപ്പോൾ മിക്ക സമൂഹ മാധ്യമങ്ങളിലും വലിയ വൈറലായി. വന്ദേ ഭാരതിലും കാവ്യവൽക്കരണം, ഗണഗീതം ആലപിച്ച വീഡിയോ പങ്കുവെച്ച് റെയിൽവേ വിവാദമായതോടെ പിൻവലിച്ചു. നേരത്തെ ദേശാഭിമാനി വലിയ ആഘോഷിച്ച വാർത്തയാണ്. എന്നാൽ ഇന്നലെ രാത്രി റെയിൽവേ വീണ്ടും ഈ വീഡിയോ പങ്കുവച്ചതോടെ എല്ലാവർക്കും മിണ്ടാട്ടം മുട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. വാരണാസിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്നായിരുന്നു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. നവംബർ 11 മുതൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സാധാരണ സർവീസുകൾ ആരംഭിക്കും. ഗണഗീത വിവാദം പൊളിഞ്ഞടുങ്ങി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.